നല്ല വെറൈറ്റി ആഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറി പ്ലക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ ഗാർഡൻ മറ്റു നടന്നുകൂടാ. അപ്പോൾ അവിടെയാണ് നമ്മൾ പരിപാടിയൊക്കെ ചെയ്ത് ഗാർഡൻ എന്ന് പറയാം, കുഞ്ഞു ഗാർഡൻ. അപ്പം ഇന്നപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മത്തി വാങ്ങി കഴിച്ചു. മത്തി നിങ്ങൾ വിചാരിക്കും മത്തി അതിനെന്തെങ്കിലും ഇത്ര ഹൈപ്പ് ഇടണമല്ലോ. ബട്ട് മത്തി നമുക്ക് അവിടെ നോർമലാണ്, അത് എല്ലാവർക്കും. പക്ഷെ ഇവിടെ ഫ്രഷാണ് കഴിഞ്ഞ് ഫ്രൈ ചെയ്ത്. കാരണം ഞങ്ങൾ മത്തി വാങ്ങാറുണ്ട്, പക്ഷെ അവിടുത്തെ പോലെ അല്ല. അവിടുത്തെ മത്തിക്കൊക്കെ വിലക്കുറവല്ല, വിലയുണ്ട്. അതായത് ഇവിടെ അതിന് നല്ല വില. എത്ര രൂപയാണെന്ന് എനിക്ക് കൃത്യം അറിഞ്ഞൂടാ. നല്ല വില ഇവിടുത്തെ മത്തിക്ക്. അപ്പോൾ നമ്മളിന്ന് മത്തിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ പറയുന്നത്, ഇതിന് ചിലർ ചാളയെന്നും പറയും. അപ്പം നിങ്ങളെന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മത്തിയാണോ? ഇല്ല, മത്തി കറി വെക്കണം. നമുക്ക് കിട്ടിയ മത്തിയുടെ വലിപ്പം കണ്ടോ? ഏകദേശം എൻ്റെ കയ്യിൻ്റെ അത്ര ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ഉണ്ട്, ഇത്ര ഉണ്ടാകും മത്തി. ചിലടത്ത് ചെറുതും കിട്ടും, പിന്നെ ഞങ്ങൾക്ക് ഏതായാലും വലുത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി മത്തി കറി വെക്കണ ബാക്കി കാണാൻ പോവാം. അമ്മ അവിടെ വെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കുന്നു. നിങ്ങളപ്പോൾ ഇവിടെ ഒന്ന് നോക്കി ടോട്ടല് കണ്ടോ? അത്യാവശ്യം നല്ലൊരു വെതറിലെ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ. ഇനി ഇതിലൊരു ക്യാച്ച് ഉണ്ട്. സമയം ഇപ്പം കറക്റ്റ് സമയം 9:15. ഡൗട്ടുണ്ടോ? നോക്കിയേ നിങ്ങൾ, 9:15 ഇത്. 9:15. ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതെന്തെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇനിയാണെങ്കിൽ മറ്റേ ഇത് സമ്മറാണ്. ഇനി വിൻ്ററോ ഏതോ ഒരു സീസണാകുമ്പോൾ 11 മണിയാകുമ്പോൾ ഇതിനേക്കാളും നമ്മൾ പ്ലെയിൻ പോകുന്നത്. 11 മണിയാകുമ്പോൾ ഇതിനേക്കാളും ഇച്ചിരി കൂടി ഇട്ടാവും. അത്ര നേരം ഉണ്ടാവും. അപ്പോൾ 9 മണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം 4 മണിയൊക്കെ പോലെ. അയ്യോ, അപ്പോൾ നമുക്ക് ഇനി മത്തിയുടെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, അമ്മയാണെങ്കിലേ നമ്മുടെ മത്തിക്കുട്ടപ്പനെയൊക്കെ ഇവിടെ സെറ്റാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മത്തിക്കുട്ടപ്പന്മാർ. അപ്പം അമ്മ ഫ്രൈ ആട്ടോ ഉണ്ടാക്കണം, കറിയല്ല കേട്ടോ. അപ്പോൾ കുറച്ച് മസാലയൊക്കെ പുരട്ടി ഇവന്മാരിന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കണം. അപ്പം ഫ്രൈ ചെയ്യാൻ പോവാണേ ഗായ്സ്. അപ്പോൾ അമ്മയാണെങ്കിൽ നമ്മുടെ മത്തീനെ മറ്റേ മസാലയൊക്കെ പുരട്ടി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നോക്കിയേ, ഇനി ഒന്ന് വറുത്തിട്ട് വേണം ഒരു പിടി പിടിക്കാൻ. അപ്പോൾ ഗായ്സ്, നമ്മുടെ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കുവാണ്. ഇപ്പോൾ നോക്കി കാണുന്നത് അമ്മ നമ്മുടെ കരിയാപ്പില കുട്ടന്മാരെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ മെയിൻ ഐറ്റം ഇത് ഇവിടെ. പിന്നെ നമ്മളെ പോലത്തെ ഗ്യാസ് സ്റ്റവ് അല്ല കേട്ടോ, ഇങ്ങനത്തെ ഇലക്ട്രിക് സ്റ്റവ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഗ്യാസും ഉണ്ട്. അപ്പൊ ഗായ്സ്, നമ്മുടെ ചാളക്കുട്ടന്മാരുടെ ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് അവന്മാര്. അപ്പം അപ്പുറത്തെ സൈഡും കൂടി കുക്ക് ചെയ്തിട്ട് വേണം ഒന്ന് പിടിയാൻ. ഓക്കെ എന്നാ. അപ്പോൾ ഗായ്സ്, നമ്മുടെ മത്തിക്കുട്ടന്മാരെല്ലാം നമ്മൾ വറുത്ത് പൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇവന്മാരൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ ഗായ്സ്? അയ്യോ, ഞാൻ ഇച്ചിരി ഭാഗം കിഡ്ലി അടിക്കുന്നു. ചൂടുണ്ടേ. നമ്മുടെ അവിടുത്തെ മത്തിയുടെ സെയിം ടേസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം.